പിണറായി വിജയൻ എവിടെയാണോ മത്സരിക്കുന്നത്, ശരിക്കു പറഞ്ഞാൽ അതിനെതിരെ സ്ഥാനാർത്ഥിയായിട്ട് വരേണ്ടത് സ്വപ്ന സുരേഷാണ്. എന്നാൽ ഒരു പൊളിക്കും കേരളം. കാരണം രണ്ടുപേരുടെയും പ്രചാരണ പരിപാടികൾ, ഇപ്പൊ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇലക്ഷൻ പ്രചാരണ പരിപാടി നടത്തുമ്പോൾ സ്വപ്നയൊന്ന് എതിരെ പോയി നിന്നാ മതി, ഞാൻ വെള്ളം കുടിച്ചിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് തടിയൂരും. നമസ്കാരം. പിണറായി വിജയനെതിരെ ഇലക്ഷനിൽ മത്സരിക്കാൻ ഇറങ്ങുന്നത് സ്വപ്ന സുരേഷ് ആയിരിക്കുമെന്ന് റിപ്പോർട്ടുകൾ പുറത്ത്. ഈ സാഹചര്യത്തിൽ ഈ വിഷയത്തിൽ പ്രതികരിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് ജാമിദ ടീച്ചർ. വരുന്ന തിരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ എവിടെ മത്സരിച്ചാലും എതിർ സ്ഥാനാർത്ഥിയായി നിൽക്കേണ്ടത് സ്വപ്ന സുരേഷ് തന്നെയാണ് എന്നും അതിനുള്ള യോഗ്യത സ്വപ്നയ്ക്ക് മാത്രമാണ് ഉള്ളത് എന്നും ജാമിദ ടീച്ചർ പറഞ്ഞു. അങ്ങനെ വന്നാൽ പ്രചരണം തകർക്കുമെന്നും പിണറായിക്ക് മുന്നിൽ വീണയൊന്ന് പോയി നിന്നാൽ മാത്രം മതി, അപ്പോൾ തന്നെ പിണറായി വിജയൻ ഓടി ഒളിക്കുമെന്നും ജാമിദ ടീച്ചർ പറയുന്നു. തന്റെ കൈകൾ സംശുദ്ധമാണ് എന്ന് ആവർത്തിച്ച് കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുന്ന പിണറായിക്കെതിരെ രംഗത്തെത്തിയ സ്വപ്ന, പിണറായി വിജയന്റെ തട്ടിപ്പുകൾ എണ്ണി പറഞ്ഞുകൊണ്ട് പൊളിച്ചെടുക്കുന്ന സ്വപ്നയുടെ വീഡിയോ കൂടി പങ്കുവെച്ചുകൊണ്ടാണ് ജാമിദ ടീച്ചറുടെ വാക്കുകൾ. തന്റെ കൈകൾ സംശുദ്ധമാണെന്നും തന്റെ മകൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നും അതുകൊണ്ട് ഞങ്ങൾക്കെതിരെ അന്വേഷണം വേണ്ടെന്നും പറഞ്ഞു മകളെ കൊണ്ട് കർണാടകയില് ഹർജിയും കൊടുപ്പിച്ച മുഖ്യമന്ത്രിയെ വലിച്ചു കീറി ചുമരിലൊട്ടിക്കാൻ ഇന്ന് ഏറ്റവും മിടുക്കിയായി ഒരേ ഒരു ഒറ്റയാനേ ഉള്ളൂ. ഈ തീക്കുണ്ടത്തിന് നടുവിൽ ജ്വലിച്ചു നിൽക്കുന്ന ഈയാമ്പാറ്റയെ പോലെയുള്ള, അങ്ങനെയാണ് ഇവർ കരുതുന്നത്, നമ്മുടെ സ്വപ്ന സുരേഷ്. ഒന്ന് ആലോചിച്ചു നോക്കിക്കേ, ഈ കരുത്തുറ്റ ഭരണാധികാരികൾ ആരെയും കൊല്ലാനും വെട്ടാനും തിന്നാനും 32 കഷ്ണമാക്കാനും മടിക്കാത്ത വിഭാഗം. ഒന്നാമത്തെ കാര്യം അത്. ഇവരുടെ കയ്യിൽ അധികാരമുണ്ട്, പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഉണ്ട്. എന്നിട്ട് പോലും ഒരു നാടിനെ ഒരു സമയത്ത് ഞാൻ നിങ്ങളുടെ ജോലിക്കാരി ആയതുകൊണ്ട് ഒറ്റുകൊടുത്തു പോയി, ഇനി എന്നെ അതിന് കിട്ടില്ല എന്ന് പറഞ്ഞ് കേരളത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി ചക്രശ്വാസം വലിച്ച് ഈ ഭരണകൂട്ടത്തിന്റെ വേട്ടയ്ക്കെതിരെ ഒറ്റയാളായി നിന്ന് പൊരുതുന്ന സ്വപ്ന തന്നെയാണ് സംശുദ്ധമായ കൈകളെ വലിച്ചു കീറി ഭിത്തിയിലൊട്ടിക്കാൻ അവതരിച്ചിട്ടുള്ളത്. ഇവർക്കെതിരെ പൊരുതി നിൽക്കാനേ വല്ലാത്ത കരുത്ത് വേണം കേട്ടോ. ഒന്നാമത്തെ കാര്യം, വളരെ സർപ്രൈസിംഗ് ആയിട്ട് പുതിയൊരു ഡ്രാമ കണ്ടു. ആ ഡ്രാമയില് ഹീറോ 2 കൈകളും പൊക്കി നിൽക്കുന്നതായിട്ട് കണ്ടു. എന്നിട്ടൊരു എക്സ്പ്ലനേഷൻ, ഈ കൈകൾ ശുദ്ധമാണെന്ന്. I agree to that point. I definitely agree to the point. ഹീറോ കള്ളം പറഞ്ഞിട്ടില്ല, ബിക്കോസ് കൈകൾ ഉപയോഗിച്ചിട്ടില്ല. ഇറ്റ് ഇസ് എ ട്രാൻസാക്ഷൻ. കൈകൾ ഉപയോഗിക്കുമ്പോഴല്ലേ കൈകൾ ശുദ്ധമല്ലാതെ ആവുള്ളൂ. ഇനി അഥവാ കൈകൾ ശുദ്ധമാണെങ്കിൽ തന്നെ ഐ വുഡ് ലൈക്ക് ടു ആസ്ക് ദ ഹീറോ ഓഫ് ദ ഡ്രാമ. ആധുനിക കേരളത്തിന് ഒരു മുതൽക്കൂട്ട് തന്നെയാണ് കേട്ടോ സ്വപ്ന. കാരണം പല കാര്യങ്ങളും വിളിച്ചു പറയാൻ വീണയ്ക്കൊരു വിലങ്ങ് എന്ന പദ്ധതി ഉദ്ഘാടനം ചെയ്തിട്ട് തന്നെയാണ് സ്വപ്ന ചില യാഥാർത്ഥ്യങ്ങൾ ലോകത്തോട് വിളിച്ചു പറയുന്നത്. ഏത് ഹാൻഡ് വാഷ് ഉപയോഗിക്കുന്നത്? എല്ലാവർക്കും ആ ബ്രാൻഡ് ഒന്ന് പറഞ്ഞു തന്നിരുന്നെങ്കിൽ നമുക്കും അത് ഉപയോഗിച്ച് നോക്കാമായിരുന്നു, ശുദ്ധമാവോ ഇല്ലേന്നറിയാൻ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞൊരു, ശരിക്കു പറഞ്ഞാൽ VD സതീശനെ എടുത്ത് കിണറ്റിലിട്ടിട്ട് പ്രതിപക്ഷ സ്ഥാനത്ത് ഇരിക്കേണ്ടത് ആരാ? സ്വപ്ന തന്നെയല്ലേ. കാരണം പൊള്ളുന്ന യാഥാർത്ഥ്യങ്ങൾ അറിയാം ആ പെണ്ണൊരുത്തിക്ക്. അവരനുഭവിച്ചിട്ടുണ്ട് ഒരുപാട് വേദനകൾ, ഒരുപാട് യാതനകൾ. ഇവരെ സഹായിച്ചിട്ട് പോലും ഒറ്റപ്പെട്ടു പോകുകയും ജയിലിനകത്ത് പൂർണ്ണ നഗ്നയാക്കി DIG ഇട്ട് ചവിട്ടിക്കൂട്ടി ക്രൂരമായി പീഡിപ്പിച്ചത് മുഖ്യമന്ത്രിയുടെയും കുടുംബത്തിന്റെയും പേര് പറയരുത് എന്ന് പറഞ്ഞിട്ടായിരുന്നു. തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്റെ പേര് പറയരുത് എന്ന് പറഞ്ഞു ക്രൂരമായി പീഡിപ്പിക്കേണ്ട കാര്യമെന്താ? ആ തീച്ചൂളയിൽ നിന്ന് വെന്തുരുകി തീർത്ത രൂപമാണ് സ്വപ്നയുടേത്. അതുകൊണ്ട് പ്രതിപക്ഷ സ്ഥാനത്തിരിക്കേണ്ടത് ശരിക്കും പറഞ്ഞാൽ സ്വപ്നയായിരുന്നു. എന്നാൽ ഇദ്ദേഹത്തിന്റെ ഉത്തരം മുട്ടിപ്പോയാണ്. ക്രേസ് ഉണ്ടായിരുന്നു. ഡോഗിനെ ഡോങ്കി ആക്കുന്ന പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. പക്ഷെ ഹീറോ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഹീറോയുടെ ഡയലോഗ്സിൽ മാത്രം ഇങ്ങനെ വിശ്വസിച്ച് വീഴുന്ന ആൾക്കാരല്ല ഇപ്പൊ ഈ കേരളത്തിലുള്ളത്, ഇൻഫാക്ട് ഇന്ത്യയിലുള്ളത്, അല്ലെങ്കിൽ ലോകമെമ്പാടും ഉള്ളത്. ഹീറോ അതൊന്ന് മനസ്സിലാക്കുക, ഹീറോയുടെ ഡയലോഗ്സ് ഒന്ന് മോഡിഫൈ ചെയ്യുക. ഇവിടെ OPC എന്ന് പറയുന്ന 1% കമ്പനി തുടങ്ങിയ ഹിസ്റ്ററിയെ കുറിച്ച് ആരും ചോദിക്കും. ഇദ്ദേഹത്തെയും ഇദ്ദേഹത്തിന്റെ കുടുംബത്തെയും ഒന്ന് ജയിലിൽ അടച്ചിട്ടെങ്കിലും
കേരള ജനതയെ ഈ രാക്ഷസീയരുടെ പിടിയിൽ നിന്നൊന്ന് രക്ഷപ്പെടുത്താൻ സ്വപ്ന വിചാരിച്ചാൽ കഴിയുമോ? അത് ഏത് വർഷം തുടങ്ങിയെന്നോ, അത് എങ്ങനെ തുടങ്ങിയെന്നോ, അത് ഹീറോയുടെ പൈസ കൊണ്ടാണോ ഹീറോയിന്റെ പൈസ കൊണ്ടാണോ, ഇതൊന്നും ആർക്കും അറിയണ്ട. പക്ഷെ ആ കമ്പനിക്ക് അകത്ത് നടന്ന ട്രാൻസാക്ഷൻസിനെ കുറിച്ച് സംസാരിക്കുമ്പോ ആ ഡയലോഗിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യന്റെ ഉത്തരമല്ലേ പറയേണ്ടത്? എത്രയോ നാളുകൾക്ക് മുമ്പ് മാധ്യമങ്ങൾ പോലും പേടിച്ചു ഭയന്ന് പിന്മാറി നിന്നപ്പോൾ ഇത്തരം യാഥാർത്ഥ്യങ്ങളൊക്കെ സ്വപ്ന മാധ്യമങ്ങൾക്ക് മുമ്പിൽ നിർഭയം വിളിച്ചു പറഞ്ഞിട്ടില്ലേ? പക്ഷെ നമ്മളത് മുഖവിലക്കെടുത്തില്ല. ഡയലോഗ് മോഡിഫൈ ചെയ്യണ്ടേ? അപ്പോ എന്റെ ഒരു ഡൗട്ട്, എനിക്കൊന്നും നിങ്ങളുടെ എല്ലാവരുടെയും ഡൗട്ട് ആയിരിക്കാം, ഉത്തരം കിട്ടാൻ പോകുന്നില്ല. എന്നാൽ പോലും ഈ 1% കമ്പനി അല്ലെങ്കിൽ OPC തുടങ്ങിയത് ബാംഗ്ലൂർ ആണല്ലോ. അപ്പോ കർണാടകയിൽ GST അടച്ചിട്ടുണ്ടാവോ? പ്രൊഫഷണൽ ടാക്സ് അടച്ചിട്ടുണ്ടാവോ? സ്റ്റാഫ് ഒരു 30 പേരോ എന്തോ ഉണ്ടെന്നൊക്കെ ഞാനിങ്ങനെ കേട്ടു. അപ്പോ ഈ സ്റ്റാഫിന്റെ PF ഉം ESI ഒക്കെ അതും വെട്ടിച്ചോ? ഇനി അഥവാ ഇങ്ങനത്തെ ഡിഡക്ഷൻസ് ഒക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം തിരിച്ച് ഗവൺമെന്റിലോട്ട് അടച്ചോ? ഇതൊക്കെ സാധാരണക്കാരുടെ ഡൗട്ടാണ്. കമ്പനി ഡിഡക്ട് ചെയ്ത PF തിരിച്ച് സർക്കാരിൽ അടച്ചില്ലെങ്കിൽ isn't that a crime? ശരിയല്ലേ? പക്ഷേ ഇവരുടെയൊക്കെ പ്രോപ്പർട്ടീസ് അറ്റാച്ച് ചെയ്യാനോ അക്കൗണ്ട്സ് ഫ്രീസ് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് കേരളത്തിലെ മാധ്യമങ്ങൾ മുഖ്യമന്ത്രിക്കും മകൾക്കും മന്ത്രി റിയാസിനുമെതിരെ നിശബ്ദമായി നിൽക്കുമ്പോൾ ശിഖണ്ഡി എന്നൊക്കെ പറഞ്ഞാൽ ശിഖണ്ഡികളെ അപമാനിക്കുന്നതിന് തുല്യമാകും. അതുകൊണ്ട് അത് പറയുന്നില്ല, ഞാൻ അവരെ ബഹുമാനിക്കുന്നുണ്ട്. മാധ്യമങ്ങൾക്ക് മുമ്പിൽ വായിൽ പഴവും തിരികെ നിശബ്ദരായി നിൽക്കുമ്പോൾ അടിമവേല ചെയ്യുമ്പോൾ തീജ്വാലയായി ദാ സ്വപ്ന എന്ന പെണ്ണൊരുത്തി ചോദിക്കുന്നു ന്യായമായ കേരളീയരുടെ ചില ചോദ്യങ്ങൾ. മൂവ് ചെയ്യാനോ ഒരുപാട് ഡിലേ വരുന്നു. പക്ഷെ അതൊരു സ്വപ്ന സുരേഷ് ആണെങ്കിലോ നിയമം വേറെയാണ്. ഓവർനൈറ്റ് കാര്യങ്ങൾ നടക്കും. കേസുകൾ ഒരുപാട് രജിസ്റ്റർ ചെയ്യപ്പെടും. ടോർച്ചേഴ്സ് പല രീതിയിൽ ജയിലിൽ അടയ്ക്കാനുള്ള ശ്രമം തുടർന്നുകൊണ്ടേയിരിക്കും. പിണറായി വിജയൻ എവിടെയാണോ മത്സരിക്കുന്നത്, ശരിക്കു പറഞ്ഞാൽ അതിനെതിരെ സ്ഥാനാർത്ഥിയായിട്ട് വരേണ്ടത് സ്വപ്ന സുരേഷാണ്. എന്നാൽ ഒരു പൊളിക്കും കേരളം. കാരണം രണ്ടുപേരുടെയും പ്രചാരണ പരിപാടികൾ, ഇപ്പൊ മുഖ്യമന്ത്രി പിണറായി വിജയൻ എലക്ഷൻ പ്രചാരണ പരിപാടി നടത്തുമ്പോ സ്വപ്നയൊന്ന് എതിരെ പോയി നിന്നാ മതി, ഞാൻ വെള്ളം കുടിച്ചിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് തടിയൂരും. നിയമം വേറെ. പക്ഷെ ഹീറോയ്ക്കും ഹീറോയുടെ കുടുംബത്തിനും നിയമം അവരുടെ വേറെയാണ്. അതെ, അവരുണ്ടാക്കും. എന്തൊക്കെയാണല്ലേ അവസ്ഥ, മോശപ്പെട്ട അവസ്ഥ. 770 അല്ല, എത്ര കേസ് വേണമെങ്കിലും എന്നെ പ്രതിയാക്കി രജിസ്റ്റർ ചെയ്തോട്ടെ. എനിക്കിന്ന് ജോലിയില്ല, എന്റെ മക്കൾക്ക് അന്നമില്ല, നമ്മളെല്ലാം തെരുവിലാണ്. ഇനിയിപ്പൊ കയറി കിടക്കുന്ന ആ വാടക വീട് അവിടെ പോലീസിനെയും പട്ടാളത്തിനെയൊക്കെ വിട്ട് അവിടെ നിന്നും ഇറക്കി വിടുകയാണെങ്കിൽ, തെരുവിലാണെങ്കിലും ബസ് സ്റ്റാൻഡിലാണെങ്കിലും ഏത് റോഡിലാണെങ്കിലും ഉടുതുണിക്ക് മറുതുണി ഇല്ലാതെ എനിക്ക് കിടക്കേണ്ടി വന്നാലും ഐ വിൽ മേക്ക് ഷുവർ കേരളത്തിലെ ജനങ്ങളെ തിരിച്ചറിയിച്ച് ഞാൻ കൊടുത്തിരിക്കും. അങ്ങറ്റം വരെ ഞാൻ ഫൈറ്റ് ചെയ്യുന്നതിന് വേണ്ടി. ഈ കേസും ഞാൻ പറയുന്ന ഇങ്ങനെ പറയാൻ ഇന്ന് ഈ കേരളത്തിൽ ഒരു ഝാൻസി റാണി ഉണ്ടോ വേറെ? വീണയല്ലാതെ ഉടുതുണിക്കു മറുതുണിയില്ലാതെ 707 കേസുകൾക്കപ്പുറം നിങ്ങൾ എന്റെ പേരിൽ കൊണ്ടുവന്നാലും ശരി, അവസാനം ഞാൻ താമസിക്കുന്ന വാടക വീട്ടിൽ നിന്നും എന്നെ ചവിട്ടി പുറത്താക്കിയാൽ കടത്തിണ്ണയിൽ കിടന്നിട്ടാണെങ്കിലും ശരി, ഈ തിരുട്ടു ഫാമിലിയുടെ യഥാർത്ഥ മുഖം പുറത്തു കൊണ്ടുവരികയും അപ്പനെയും മോളെയും കയ്യിൽ വിലങ്ങു വെച്ച് ജയിലിൽ അടയ്ക്കുന്നതുവരെ ഞാൻ ഫൈറ്റ് ചെയ്യുമെന്ന് പറയാൻ മറ്റൊരു സ്ത്രീജന്മം പോട്ടെ, ഒരു പുൽക്കൊടിയുണ്ടോ ഈ കേരളക്കരയിൽ? അതാണ് സ്വപ്നയുടെ വിജയവും. സ്റ്റേറ്റ്മെന്റ്സ് അതിൽ മാറ്റമില്ല, അത് നടന്നതാണ്. ആ സത്യങ്ങൾ അതിന്റെ അറ്റം കാണുന്നവരെ ഞാൻ കൂടെ നിൽക്കും, ജീവൻ കിടക്കുമെങ്കിൽ. ക്രിഷ്യൽ മീഡിയ വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പഠിച്ച് മറ്റൊരാള് പഠിപ്പിച്ചു കൊടുത്തിട്ടല്ല, ഒരു പേപ്പറിനകത്ത് എഴുതി കൊണ്ടുവരുന്ന പോയിന്റുകളല്ല സ്വപ്ന വായിക്കാറുള്ളത്. എന്തുകൊണ്ടാണ് കേരളക്കരയിൽ സ്വപ്നയ്ക്ക് ഇത്രമാത്രം സ്വീകാര്യത കിട്ടിയത് എന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? അവര് പറഞ്ഞതൊന്നും ഒരിക്കലും മാറ്റി പറഞ്ഞിട്ടില്ല. ആരോടും മാപ്പ് പറയേണ്ടുന്ന ഒരു സാഹചര്യം ഒരുങ്ങിയിട്ടില്ല. അവര് പറഞ്ഞതൊന്നും തെറ്റായിരുന്നു എന്നോ ആരോപണങ്ങളായിരുന്നെന്നോ വിമർശനങ്ങളായിരുന്നെന്നോ തെളിയിക്കാൻ ഇതുവരേക്കും മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും സാധിച്ചിട്ടുമില്ല. അപ്പോൾ സ്വപ്ന പറഞ്ഞത് അത്രയും സത്യമായി തന്നെ തുടരുന്നു. നന്ദി.